പൗലോസിൻ്റെ പ്രാർത്ഥന 5 ഭാഗത്താണ് ബൈബിളിനകത്ത് കിടക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചതിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് പൗലോസ് പ്രാർത്ഥിച്ചത്. കഴിയുമെങ്കിൽ നിങ്ങളെല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കണം. ഇന്ന് ലോകരാജ്യങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന, ഇന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന എല്ലാ അഭിഷക്തന്മാരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് പൗലോസിൻ്റെ പ്രാർത്ഥന. ഇവിടെ വചനം പറയുന്നു, എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട്. പൗലോസ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. സ്തോത്രം. ടോണി പാസ്റ്റർ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, കർത്താവേ ആ സൂസി മാമയുടെ മോടെ കല്യാണം നടക്കണേ, ആമേ സ്തോത്രം, ആ കടം മാറണേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭൗതിക വിഷയമാണ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ പൗലോസ് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയപ്പോൾ പൗലോസ് പ്രാർത്ഥിച്ചത് അവിടെ ഭൗതിക വിഷയങ്ങളൊന്നുമല്ല. ആമേൻ. എന്തുകൊണ്ടാണെന്നാൽ ഭൗതിക വിഷയം പ്രാർത്ഥിച്ചല്ല നേടുന്നത്, മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പം ഇതൊക്കെയും നമ്മുടെ പുറകെ വരും. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മൾ പല ഭൗതിക വിഷയങ്ങളും മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിച്ച കൊണ്ടാകും നടന്നെന്ന് പറഞ്ഞു, അടുത്തതും നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും മറ്റേത് നടക്കും. എന്നാൽ നിങ്ങൾ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ പറയും, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും, നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളൊക്കെ ദൈവം സൂപ്പർ നാച്ചുറലായിട്ട് ദൈവം നടത്തും.